DC ബുക്സ് 13 മണിക്കൂർ മുമ്പ് അവരുടെ ഔദ്യോഗിക പേജിൽ അറിയിച്ചതിന് പിന്നാലെ ബുക്കിലെ ചില പേജുകൾ പുറത്തായിട്ടുണ്ട്. അതിലെ ചില ഭാഗങ്ങൾ വലിയ വിവാദമായിരിക്കുകയാണ്. പാർട്ടി തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ ബുക്കിലുണ്ട്. മാത്രവുമല്ല, പാലക്കാട്ടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ അവസരവാദിയാണ് എന്നുവരെ ഇതിൽ പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും EP ജയരാജൻ ഈ ബുക്കിൽ പറയുന്നുണ്ട്. പോളിംഗ് ദിവസം പുറത്തു വന്ന ഈ ഒരു ബുക്കിൻ്റെ പേജുകൾ അത് പാർട്ടിക്കും വലിയ തലവേദനയായിരിക്കുകയാണ്. സരിനെതിരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ വിമർശനമുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ശക്തമാകുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരമൊരു കാര്യം പുറത്തു വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. EP ജയരാജൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, താൻ ബുക്ക് പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, ഞാനാണ് ബുക്ക് എഴുതുന്നത്, അതുകൊണ്ട് തന്നെ ഈ ബുക്കിൽ എന്തൊക്കെയുള്ളതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ, ഈ പുറത്തു വന്നതൊക്കെ തെറ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് വരാമെന്ന് തോന്നുന്നു. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. എഴുതിയിടത്തോളമുള്ള കാര്യം, ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് 10:30 അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള നടപടി. ഇന്ന് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ഏതായാലും എൻ്റെ പുസ്തകം അധികം താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു, DC ബുക്സുകാർ ചോദിച്ചിരുന്നു. ഞാൻ ഇവർ 2 പേരോടും ആലോചിച്ചിട്ട് പറയാം. ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം കവർ ഞാൻ ഇപ്പോൾ കാണുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇത് ബോധപൂർവമാണ്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ലേ എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നല്ലേ തെരഞ്ഞെടുപ്പ്, അതിലൊക്കെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. പ്രസിദ്ധീകരിക്കാൻ DC ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിപ്പോൾ നമ്മുടെ ശശി മാതൃഭൂമി പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നത് പറഞ്ഞിട്ട്? ഞാൻ അതാ പറയുന്നത്, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. DC ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല, അവർക്ക് ഇതിന് കരാർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും.